പാലക്കാടിനൊപ്പം തന്നെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇന്ന് പോളിംഗ് ബൂത്തിലാണ്. ഈ മഹാപോരാട്ടത്തിൽ ഇന്ന് വോട്ടർമാർ വിധി എഴുതുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അധികാരത്തിനായുള്ള പിളർപ്പും ചേരിതിരിവും സൃഷ്ടിച്ച മുറിവും അഭിമാനക്ഷതവും ഇരുപക്ഷത്തിനും തല ഉയർത്തി നിൽക്കേണ്ട ജനവിധിയാക്കി മാറ്റി ഈ വോട്ടെടുപ്പ്. സീറ്റുകളിലേക്ക് വോട്ടർമാർ പ്രതിനിധിയെ കണ്ടെത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരത്തിനും നിലനിൽപ്പിനും കൂടിയുള്ള പോരാട്ടമാണ് മറാഠി ദേശത്ത്. ജനം ഏത് സേനയ്ക്കൊപ്പം? NCPയിലെ ജനകീയനാര്? BJP ബ്ലാക്ക് ഹോൾസ് ആകുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ ജനവിധി തീരുമാനിക്കും. BJP ശ്രമപ്പെട്ട് അടർത്തിമാറ്റിയ ശിവസേന NCPയിലെ പിളർപ്പ് ഇതെല്ലാം മാതൃപാർട്ടികൾക്ക് കണക്ക് തീർക്കൽ അവസരമായി. മഹാരാഷ്ട്രയിൽ ശിവസേനകൾ തമ്മിൽ 49 സീറ്റുകളിലും NCPകൾ 36 സീറ്റുകളിലുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. തലസ്ഥാനമായ മുംബൈ ശിവസേനയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. ഈ മേഖലയിൽ 36 മണ്ഡലങ്ങളുള്ളതിൽ പല ശ്രേണിയിൽപ്പെട്ട വോട്ടർമാരുടെ ജനഹിതം കൂടി പരിഗണിക്കേണ്ടി വരുമെന്നതാണ് പ്രത്യേകത. VVIP മേഖലയായ ഇവിടം ഉന്നത രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളുമടക്കം വോട്ടർമാരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നഗരം കേന്ദ്രീകരിച്ച 3 മണ്ഡലങ്ങളിൽ 2ലും ഉദ്ധവിന്റെ ശിവസേനയാണ് ജയിച്ചത്. ഇതുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. സേനാ ആസ്ഥാനം നിലനിൽക്കുന്ന ഇവിടെ 22 സീറ്റിൽ ശിവസേനയും 11 സീറ്റിൽ കോൺഗ്രസും 3 സീറ്റിൽ NCPയുമാണ് മഹാവികാസ് അഘാഡിക്കായി വോട്ട് തേടിയത്. എന്നാൽ എന്തും മാറ്റിമറിക്കാൻ എല്ലാ അടവും ഇത്തവണ ഷിൻഡെ പക്ഷം പുറത്തെടുത്തിട്ടുണ്ട്. BJP 18 സീറ്റിലും ഷിൻഡെ വിഭാഗം ശിവസേന 15ലും അജിത് പവാറിന്റെ NCP 3 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന 19ഉം BJP 14 സീറ്റുകളിലും ജയിച്ചിരുന്നു. ഇരു സേനകളും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലത്തിലെ പ്രധാന മണ്ഡലം ഉദ്ധവിന്റെ മകൻ ആദിത്യ താക്കറെയുടെ സിറ്റിംഗ് സീറ്റായ വർലിയാണ്. മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവ്രെയാണ് ആദിത്യക്കെതിരെ ഷിൻഡെയുടെ തുറപ്പിച്ചിട്ട്. NCPക്കും ഇത് അഭിമാന പോരാട്ടമാണ്. പവാർ കുടുംബത്തിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ കുടുംബാംഗങ്ങൾ ഏറ്റുമുട്ടുന്നു. ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ ശരത് പവാറിന്റെ NCPക്ക് സഹോദരപുത്രൻ യുഗേന്ദ്ര പവാർ രംഗത്തിറങ്ങിയത് അഭിമാന പ്രശ്നമായിട്ടുണ്ട്. അജിത്തിന്റെ ഭരണപരിചയവും വികസന വാഗ്ദാനങ്ങളും ജനം കേട്ടുവെന്നാണ് അവരുടെ പ്രതീക്ഷ. ബാന്ദ്ര ഈസ്റ്റ് കൊല്ലപ്പെട്ട മുൻ മന്ത്രിയും NCP നേതാവുമായ ബാബ സിദ്ദീഖിയുടെ മകൻ സീഷന്റെ സിറ്റിംഗ് സീറ്റാണ്. 2019 കോൺഗ്രസ് MLA ആയി ജയിച്ച സീഷൻ ഇത്തവണ എതിർചേരിക്കായിട്ടാണ് മത്സരിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ പൗത്രൻ വരുൺ സർദേശായിയാണ് എതിർ സ്ഥാനാർത്ഥി. പിതാവിന്റെ മരണം വോട്ടുകൾ സീഷന് അനുകൂലമാക്കുമെന്നാണ് NCP കരുതുന്നത്. പക്ഷേ ശക്തമായ പ്രതിരോധം വരുൺ ഉയർത്തുന്നു. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ കോൺഗ്രസിന്റെ പ്രഫുൽ ഗുഡാദയാണ് എതിർ സ്ഥാനാർത്ഥി. ഫട്നാവിസ് മഹാരാഷ്ട്ര BJPയുടെ മുഖമാണ്. വോട്ടർമാർക്കിടയിലെ ഭരണവിരുദ്ധ വികാരവും അവശ്യ സാധനങ്ങളുടെ വിലയും പറഞ്ഞാണ് പ്രഫുൽ വോട്ട് തേടിയത്. ഏക്നാഥ് ഷിൻഡെക്കെതിരെ ഉദ്ധവ് ശിവസേനയിലെ കേദാർ ദിഗെയാണ് മത്സര രംഗത്തുള്ളത്. ഷിൻഡെയുടെ ഉപദേഷ്ടാവ് ആനന്ദ് ദിഗെയുടെ അനന്തരവനാണ് കേദാർ ദിഗെ. സഗോലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലെയാണ് മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ ആധിപത്യം മഹാവികാസ് അഘാഡി സഖ്യത്തിനുണ്ട്. എന്നാൽ ലോക്സഭയിലെ തിരിച്ചടി താൽക്കാലികം മാത്രമാണെന്ന് തെളിയിക്കുകയാണ് BJPയുടെ മഹായുദ്ധി സഖ്യം ലക്ഷ്യം വെക്കുന്നത്. മഹാരാഷ്ട്രയിൽ ആര് വീഴും ആര് വാഴുമെന്ന് ഇന്നത്തെ വോട്ടെടുപ്പ് നിശ്ചയിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.